ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 4-ലെ 4-മത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദം ഹ്രി ചിന്തകാഃ. നാലാമത്തെ ദശകത്തിലെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ അഷ്ടാംഗയോഗ മാർഗത്തിലെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം ഈ 5 അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ശ്ലോകത്തിൽ ധാരണ എന്ന 6-മത്തെ അംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സിനെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ ധാരയേമ ധിഷണാം മുഹുർമുഹുഹു. അസ്ഫുടേ അവ്യക്തമായിരിക്കുന്ന പരബ്രഹ്മത്തിലേക്കുള്ള യാത്രയാണ്, അല്ലെങ്കിൽ മോക്ഷത്തിലേക്കുള്ള യാത്രയാണ് ഈ അഷ്ടാംഗയോഗ മാർഗത്തിലൂടെ ചെയ്യുന്നത്. അവ്യക്തമായ നിർഗുണരൂപമായ ബ്രഹ്മം സഗുണരൂപം സ്വീകരിച്ചപ്പോൾ ഉണ്ടായ ഭഗവത് സ്വരൂപം തന്നെ നമുക്ക് അവ്യക്തമായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള അവ്യക്തമായിരിക്കുന്ന അസ്ഫുടേ അവ്യക്തമായിരിക്കുന്ന വപുഷി സ്വരൂപം ദേഹം തേ അങ്ങയുടെ തേ വപുഷി അങ്ങയുടെ ആ സ്വരൂപം പ്രയത്നതോ പ്രയത്നതഃ പ്രയത്നം കൊണ്ട് പരിശ്രമം കൊണ്ട് ധാരയേമ ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം ധിഷണാം മനസ്സിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ മുഹുർമുഹുഹു മുഹുഹു മുഹുഹു എന്നാണ് വീണ്ടും വീണ്ടും. അപ്പോൾ അവ്യക്തമായിരിക്കുന്ന തേ വപുഷി അങ്ങയുടെ ആ സ്വരൂപം പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ട് ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം ഞങ്ങളുടെ മനസ്സിൽ. അവ്യക്തമായിരിക്കുന്ന അങ്ങയുടെ ആ സ്വരൂപം ധാരണാ പരിശീലനം കൊണ്ട് വീണ്ടും വീണ്ടും പരിശ്രമിച്ചിട്ട് മനസ്സിൽ ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം എന്നാണ് ആദ്യത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി അടുത്ത 2 വരികൾ നോക്കാം. തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദംഘ്രി ചിന്തകാഃ. തേന അങ്ങനെയുള്ള പരിശീലനം കൊണ്ട് ഭക്തിരസമന്തരാർദ്രത ഭക്തിരസം ഭക്തി കൊണ്ടുണ്ടാകുന്ന പരമാനന്ദരസത്തെയും അന്തരാർദ്രത അന്തഃ എന്നാൽ മനസ്സിൻ്റെ ഉള്ളിലെ ആർദ്രത അലിവിനെയും. അപ്പോൾ ഭക്തിരസം അന്തരാർദ്രത എന്നാൽ ഭക്തി കൊണ്ടുണ്ടാകുന്ന പരമാനന്ദരസത്തെയും മനസ്സിൻ്റെ ഉള്ളിലെ അലിവിനെയും ഉദ്വഹേമ പ്രാപിച്ചുകൊള്ളാം ഭവദംഘ്രി ചിന്തകാഃ. ഭവദംഘ്രി ഭവത് അങ്ങയുടെ അംഘ്രി തൃപ്പാദങ്ങളെ ചിന്തകാഃ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ച് അവിടുത്തെ തൃപ്പാദങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ഈ ഞങ്ങൾ ഈ ധാരണാ പരിശീലനം കൊണ്ട് അങ്ങയുടെ തൃപ്പാദങ്ങളെ ചിന്തിച്ച് ഭക്തി കൊണ്ടുണ്ടാകുന്ന പരമാനന്ദരസത്തെയും ഹൃദയത്തിൻ്റെ ആർദ്രതയെയും പ്രാപിച്ചുകൊള്ളാം എന്നാണ് അവസാനത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഭഗവത് പ്രാപ്തിയിലേക്കുള്ള ഈ യാത്രയിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം എന്നീ അഷ്ടാംഗയോഗ മാർഗങ്ങളിലെ 5 അംഗങ്ങളെയും വിധിയാവണ്ണം അനുഷ്ഠിച്ചിട്ട് 6-മത്തെ അംഗമായ ധാരണ
എന്ന അംഗത്തിൽ ഭഗവത് സ്വരൂപത്തെ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുന്നു. നിർഗുണരൂപമായ പരബ്രഹ്മം സഗുണരൂപം കൈക്കൊണ്ടപ്പോൾ ഉണ്ടായ മഹാവിഷ്ണു രൂപം തന്നെ അവ്യക്തമായിരിക്കെ ആ രൂപത്തെ വളരെ പ്രയാസപ്പെട്ട് വീണ്ടും വീണ്ടും പരിശ്രമിച്ച് മനസ്സിൽ ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം. ഭഗവാനെ, അങ്ങയുടെ തൃപ്പാദങ്ങളെ ചിന്തിച്ച് ധാരണാ പരിശീലനം കൊണ്ട് ഭക്തി കൊണ്ടുണ്ടാകുന്ന പരമാനന്ദ രസത്തെയും ഹൃദയ ആർദ്രതയെയും ഞങ്ങൾ പ്രാപിച്ചുകൊള്ളാം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹുഃ തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദം ഘ്രിചിന്തകാഃ. അഞ്ചാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.